ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് മാത്സിൻ്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞ് വീടെത്തിയേക്കാണ്. എക്സാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വൺ വേർഡ് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഈസി എക്സാം ആയിരുന്നു. എനിക്ക് വന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിന് ചോദിച്ചത് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്, ലിമിറ്റ്സ്. ഇത് മൂന്നെണ്ണം എനിക്ക് ചോദിച്ചത്. ഇത് മൂന്നെണ്ണം ഞാൻ നല്ലോണം നോക്കി പോയതുകൊണ്ട് അത് മൂന്ന് ആൻസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇയറിന് എനിക്ക് ചോദിച്ചത് മാക്സിമം ആൻഡ് മിനിമ, കണ്ടിന്യൂറ്റി, ഫങ്ഷൻസ്. ഇതിൽ എനിക്ക് ഫങ്ഷൻസ് അധികം അറിയാത്തതുകൊണ്ട് അത് ഞാൻ സ്കിപ്പ് ചെയ്തു. ബാക്കിയുള്ള രണ്ടെണ്ണം, അതായത് കണ്ടിന്യൂറ്റിയും മാക്സിമം ആൻഡ് മിനിമയും ചെയ്തു. ഇതിൽ ഞാൻ ആദ്യം ചെയ്ത 4 എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഞാൻ നേരത്തെ പറഞ്ഞ 3 ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ഞാൻ ചെയ്തത് കണ്ടിന്യൂറ്റിയാണ്. എക്സ്ട്രാ ടൈം എനിക്ക് ഉണ്ടായിരുന്നു, അതായത് ഞാൻ 2 മണിക്കൂറിനുള്ളിൽ ഈ 4 ലാബും ചെയ്തു കഴിഞ്ഞു. അതിനു മുമ്പ് കഴിഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എക്സ്ട്രാ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ ടീച്ചറോട് ചോദിച്ചിട്ട് ഞാൻ മാക്സിമം ആൻഡ് മിനിമം എന്നുള്ള ആ ലാബാണ് എക്സ്ട്രാ ചെയ്തത്. പക്ഷെ അത് കൃത്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഒരു പകുതിക്ക് ശേഷം ടൈമൊക്കെ കുറവായിട്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ ഇത് 5 ഞാൻ ലാബ് ചെയ്തത്. നിങ്ങളുടെ ലാബ് എക്സാം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ റിവ്യൂ ഒന്ന് പറയട്ടോ. അപ്പൊ ഇനി ലാബ് എക്സാം എഴുതാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എക്സാം എന്തായാലും ഈസി ആയിരിക്കുന്നത് ഷുവറാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബെസ്റ്റ് ചാനൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ച് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എജുപോർട്ട്, പൈറേറ്റ്സ്, ഈ 2 ക്ലാസ്സസ് ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ പൈറേറ്റ്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ക്ലാസ് കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. അതാണ് ഞാൻ കണ്ടത്. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസ് അതിൽ കാണിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം വന്നത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി പോവാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, രണ്ടാമത്തെ കാര്യം, നമുക്ക് ഫസ്റ്റ് ഇയർ 5 ലാബും സെക്കൻഡ് ഇയർ 7 ലാബുമാണ് ഉള്ളത്. നമ്മൾ ഈ ഫസ്റ്റ് ഇയർത്തെ 5 ലാബ് പഠിച്ചാൽ നമുക്ക് ചെയ്യാനുള്ള 4 ലാബിൽ നിന്ന് 3 ലാബ് നമുക്ക് അത് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ വരുന്ന 1 ലാബ് സെക്കൻഡ് ഇയറിന് ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ 5 ലാബ്സ് മൊത്തം പഠിക്കുകയാണെങ്കിൽ ഈ 6 ലാബ് എക്സാമിന് വരുമല്ലോ, അതിനകത്ത് വരുന്ന 3 നമുക്ക് ചെയ്യാൻ പറ്റും. 4 മൊത്തത്തിൽ ചെയ്താൽ മതി. ബാക്കി വരുന്നത് സെക്കൻഡ് ഇയർ നിങ്ങൾ മാക്സിമം നോക്കി പോവുകയാണെങ്കിൽ, സെക്കൻഡ് ഇയറിന് ബാക്കി ഒന്നും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഒപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതൊക്കെ സെക്കൻഡ് ഇയറിന് സ്കിപ്പ് അടിക്കുകയും ചെയ്യാം. ഫസ്റ്റ് ഇയർ നല്ല എളുപ്പമാണ്. പിന്നെ പറയുകയാണെങ്കിൽ വാല്യൂസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇനി തെറ്റാണെന്നൊന്നും അറിയില്ല, എന്നാലും ചെയ്തപ്പോൾ എനിക്ക് ഈസി എക്സാം ആയിരുന്നു. പിന്നെ വൈവേനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് വൈവ ചോദിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് വൈവ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനെ ബന്ധപ്പെടുത്തി ആ ടൈമിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ബന്ധപ്പെടുത്തിയിരിക്കും മിക്കവാറും വൈവയും ചോദിക്കുക. എന്നാൽ ചോദിക്കാത്തവരുണ്ടാവും. അപ്പോൾ നാളേക്ക് ഫിസിക്സ് ലാബാണ്. അപ്പോൾ ബൈ.